കൊയിലാണ്ടി എത്തി ഗൈസ്. എന്താ പറയാ, എങ്ങനെയാ പറയാന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് എന്താ സൗണ്ട് ഇട്ട് ഞാൻ വിചാരിച്ചിട്ടാണ്. അരുണിൻ്റെ കമ്പനിക്കാരനെ ആക്സിഡൻ്റ് ആയിട്ട് അരുണ് പെട്ടെന്ന് പോകേണ്ടി വന്നു. നാളെ സ്കൂൾ തുറക്കുന്നതിനെക്കാട്ടിലപ്പുറം ഞാൻ മെഡിസിനൊന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങാഞ്ഞിട്ട് തല കറങ്ങുന്നതിന്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്ന് വന്ന്, അപ്പോൾ എൻ്റെ എനിമികൾ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ നിറഞ്ഞു കിടക്കും. എൻ്റെ ഗുളികയുടെ ഘോഷയാത്രയാണ്. എൻ്റെ എനിമികൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതേ മോനെ കാലം ഒന്ന് കൊണ്ട് വെച്ചേ. എൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ മോനെ? കാണുന്നുണ്ടോ? കണ്ടോ? ഇവിടെ ആരെയും വിളിച്ച മൂത്ത പുനരമ്മേ, ഇത് കണ്ടോ? അപ്പം നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ? എന്നെ ദൈവം ശിക്ഷിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയണം. കാരണം എൻ്റെ കാല് മാത്രമല്ല കേട്ടോ, ഏട്ടത്തിൻ്റെ കാല്, ഉമ്മയുടെ കാല്, പാപ്പ പിന്നെ അഗസ്തിക്കൂടം എന്ന് പറഞ്ഞാൽ അസ്ഥിക്കൂടം എന്ന് പറഞ്ഞിട്ട് അഗസ്തിക്കൂടം, നമ്മൾ അഗസ്തിക്കൂടം ആയതുകൊണ്ട് പാപ്പയുടെ കാലിക്ക് മാത്രം നീര് വന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 8 മണിക്കോ 9 മണിക്കോ എങ്ങാണ്ടും ഞാൻ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നുണ്ട്. അന്നപ്പോൾ വാപ്പി, അന്നപ്പോൾ 7 മണിയായപ്പോൾ വാപ്പി പറഞ്ഞിക്ക്, ഇതേ മാറ്റിയിട്ട് ഇവിടെ നിൽക്ക്, ആരെങ്കിലും വന്നാൽ സ്വീപ്പാവുന്നു. അന്നപ്പം മാറ്റി നിന്നക്കി ഞാൻ മോനോട് പറഞ്ഞു, മോനെ ആൾക്കാർ വരുന്നതിൻ്റെ അടുത്ത് നമ്മൾ 2 റീലെടുക്കുക, അത്രയുമേ നല്ല കോസ്റ്റ്യൂമാണ്. വേറൊരു രസം എന്താണെന്നറിയോ? കോസ്റ്റ്യൂം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു തല്ലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നുണ്ട്. കസവകേന്ദ്രയിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് മേടിച്ചത്. ട്രയലിട്ട് നോക്കുന്ന സമയത്ത് ഇതിനും ഇവിടെ നമ്മുടെ അറിയാലോ, ഓൾമോസ്റ്റ് ഒരുവിധം സ്ത്രീകൾക്കൊക്കെ അറിയാവുന്ന സൈഡിലാണ് സിബ് വരുന്നത്. അപ്പോൾ അന്ന് അവിടുന്ന് ഞാൻ ട്രയലിട്ട് നോക്കിയപ്പോൾ ഇനി ഈ സിബ് കയറുന്നില്ല. അപ്പോൾ ആ ലേഡി പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇട്ടതുകൊണ്ട് കയറാൻ. ചിലപ്പോൾ നമ്മൾ അയച്ചു നോക്കുമ്പോൾ സിമ്പിളായിട്ട് കയറി. പിന്നെ ഞാനത് ഇട്ട് നോക്കേണ്ടി വന്നില്ല, കാരണം ഞാൻ ഒരു കോസ്റ്റ്യൂം എടുത്താൽ തന്നെ എനിക്കത് ഷേപ്പ് ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് കോസ്റ്റ്യൂം മാറ്റി ഈ സിബിടാൻ നോക്കുന്ന സമയത്ത് പെട്ടു ഗൈസ്. 3 4 പിന്നെ ഞാൻ കുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോസിൽ ജസ്റ്റ് അങ്ങനെ കാണുമ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു തല. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ നമ്മൾ കണ്ണ് തുറക്കാൻ സത്യമായിട്ട് പറ്റുന്നില്ല കേട്ടോ, നല്ലൊരു പോള കണ്ണ് അടച്ചിട്ടില്ല, ഉറങ്ങാഞ്ഞിട്ട് എനിക്ക് തലയൊക്കെ ചുറ്റുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒരു 2 റീലെടുക്കടാ. അന്നപ്പോൾക്ക് ആൾക്കാർ വരൽ തുടങ്ങിയേക്ക്. ഓരോരുത്തർ വരിക ചെയ്യുന്നത്. നമ്മൾ കൂട്ടത്തോട് ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഓരോരുത്തരായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരാളെടുത്ത് നമ്മൾ മിണ്ടാതെയും പറയാതെയും പോകണ്ട. കൈയാണ് കസേരടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് കൈ കടച്ചിൽ. അപ്പോൾ ഈ ഓരോരുത്തരോട് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ ഈ ഓരോരുത്തരുടെ അടുത്തേക്കൂടെ ഞാനും മോനും ഒരു 2 റീലെടുത്തത് എങ്ങനെയാ നിൽക്കുമോ നീ ഓർമ്മയുള്ളൂ. ഓരോരുത്തരായിട്ട് വന്നു. പിന്നെ 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വാപ്പി പറഞ്ഞ് ആരും വരുന്നില്ലല്ലോ, അതിന് ആരും വരൂലേ, ഇങ്ങനൊരു വാക്കിഞ്ഞോട് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഏട്ടത്തിൻ്റെ അടുത്ത് പോയി, വാപ്പി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇഞ്ഞോടും പറഞ്ഞിക്കെന്നാണ്. അപ്പം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ഓർമ്മ ഉണ്ട് പൊന്നാര ഗൈസ്, ലാസ്റ്റ് വീഡിയോ ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തില്ല, അതിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇറങ്ങുന്ന വരെ ആൾക്കാർ, നമ്മൾ ഇറങ്ങിയപ്പോഴാണ് 9 മണിക്കോ 9 മണി വരെ ആൾക്കാർ വരിക. ഞാൻ പറഞ്ഞാൽ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരാളോട് ചിരിച്ചാൽ മതി, അല്ലെ നമ്മൾ ആ ചിരിച്ച് വെച്ചത്
10 ആൾ ഒരുമിച്ച് കയറുമ്പോൾ അവർക്ക് ഇത് ഒരാളോട് ചിരിക്കുക. നമ്മൾ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ അവസ്ഥ പറയാം. അപ്പം കാലിൻ്റെ നീര് പറഞ്ഞതാണ്. അത്രമേൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കയറുന്നിടത്ത് വാപ്പി ഇതാ എന്നെ വിളിക്കുന്നതെന്ന് പറയുന്ന അപ്പോൾക്ക് ഓളെടെ അന്നപ്പോൾക്ക് മറ്റോള് കണ്ണനെടെ അപ്പോൾക്ക് അരുണപ്പുറം മോളെ. ഞാൻ പറഞ്ഞതാ ഗൈസ്, എയർ ഇന്ത്യക്കാരോട് പറഞ്ഞാൽ എനിക്കൊരു ജോലി തരും. കാലൊക്കെ കൈക്ക് വൃത്തിയാക്കണം. കാലിനടിൻ്റെ കോലൊക്കെ ഉണ്ടോ, ഒന്ന് മേല് കഴുകുക, ഉറങ്ങുക. അപ്പോൾ ഞാൻ എൻ്റെ പാദസരം ഇട്ടിട്ട് ഏകദേശം 1.5 വർഷം 2 വർഷങ്ങാനായി. അന്ന് ദിയ ഗോൾഡൻ ഡയമണ്ടിൽ അവിടുന്ന് എനിക്ക് അവർ സ്റ്റാഫ് കുടുക്കി തന്നതാണ്. ആ കുടുക്കി തന്നാര ഇന്ന് വരെ ഇത് അയച്ചിട്ടില്ല. എനിക്ക് കാല് നീരെടുത്തിട്ട് എനിക്ക് ചൊറിയുക ചെയ്യുന്നത്. അപ്പോൾ ഇത് അയക്കുകയും കൂടിയാണെന്ന് പറയാം ഞാൻ. പറ്റുന്നില്ല. പിന്നെ എൻ്റെ പാദസരത്തിട്ട് ഇങ്ങനെ മോളെ കിടക്കയൊക്കെ സെറ്റാക്കിയോ? ആ മാല അയക്കാൻ പറ്റില്ല, അമ്മ അയച്ചു തരാം. എൻ്റെ പാദസരത്തിൻ്റെ വീഡിയോസ് അല്ലെ പാദസരത്തിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കാലിൽ ഇട്ടതിന് ശേഷം ഇതുവരെ ഞാൻ അയച്ചിട്ടില്ല. എനിക്ക് ഇന്നാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു എന്ന് പറയാൻ പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കാലില്ല ഗൈസ്, ഞാൻ ഒരുപാട് കഥകളും ഒരുപാട് എന്താ പറയുക ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ രാധാറാണീനെയാണ് എൻ്റെ പൊന്നെ പണിപാളി ഇല്ല, പണിപാളിയില്ല ഗൈസ്. ഞാൻ വിചാരിച്ച് കൊളത്താം എന്തോ ആയി. നമ്മുടെ രാധാറാണി ഉണ്ടല്ലോ, രാധാറാണിയുടെ പാദസരം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കാല് നിറഞ്ഞ് കിടക്കുകയാണ്. നമ്മളെ അമ്മൻ്റെ അൾമാറെ കൊണ്ടുവച്ച് അതിൻ്റെ ബോക്സ് എടുത്തില്ലല്ലേ, എൻ്റെ ഡയമണ്ടിൻ്റെ മാല ചോറിയാ ചെയ്യുന്നത്. ഞാൻ ഇടയിൽ വെക്കാനും ഇല്ലല്ലോ, ഇപ്പോൾ മോളെ കഴുത്തിലിട്ടെടുത്ത് അതിൻ്റെ ബോക്സും എടുത്തില്ല ഞാൻ. എന്നിട്ട് രാധാറാണീൻ്റെ പാദസരം കണ്ട് ക്രേസ് കയറിയ ഒരാളാണ്. എനിക്കറിയില്ല, ഇതിലും ചങ്ങലയൊക്കെ വിട്ട് വയ്ക്കുമോ, എണ്ണേണ്ടി വരും. വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഗൈസ്. എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സ് ഞങ്ങളൊക്കെ സ്വർണത്തിൻ്റെ പാദസരം ഇടുന്നത് കല്യാണത്തിൻ്റെ അന്നാണ്. അതുവരെ നമുക്ക് സ്വർണത്തിൻ്റെ പാദസരമില്ല കേട്ടോ. തുറന്ന് പറയുന്നതിന് എന്താ. അപ്പോൾ എൻ്റെ ഏട്ടത്തിമാരൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള, രണ്ടാളും വളരെ സിമ്പിളായിട്ടുള്ള പാദസരം. അവർ പാദസരത്തിന് ഹൈലൈറ്റ് ചെയ്തില്ല, വള മാല ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തു. ഞാൻ ഈ ചിത്രവര രംഗത്തേക്കോലെ ഈ രാധാറാണി എന്ന് പറയുന്നതോ ഇതൊക്കെ അറിയുന്നതിൻ്റെ മുമ്പാണ്. എൻ്റെ കാലിൽ പാദസരം അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ 2014 2009 16 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കാലിൽ 3.5 പവൻ്റെ പാദസരമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ വകയായിട്ടായിരുന്നു അന്ന് എനിക്ക് ആ പാദസരം തന്നത്. കാല് നിറയെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ആ സാഹചര്യമൊക്കെ ആയപ്പം അതൊക്കെ നമ്മളെടുത്ത് പോയി. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ്. അന്ന് ഞാൻ അതേപോലത്തെ കാല് നിറഞ്ഞ് നിൽക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, പണ്ടേ തൊട്ട് കാലിലിങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന പാദസരം ഇഷ്ടം. അതും നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പം പിന്നെയും ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയപ്പം ആദ്യം 1 പവന്, പിന്നെ അത് 1.5 പവന്, അത് പിന്നെ 2 ആക്കി, അങ്ങനെ എല്ലാവരും 3.5 പവൻ ഇപ്പം നിലവിൽ നമ്മുടെ കാൽമേലുള്ളത്. അപ്പം ഞാനൊരു 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ അയക്കുന്നതെന്ന് പറയാം, വയ്യ. അപ്പോൾ നിങ്ങളടുത്ത് ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞാൽ കാല് കാണിച്ചെന്നാൽ എൻ്റെ എനിമികൾക്ക് സന്തോഷിക്കാനുള്ള
ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ ജസ്നനെ കണ്ണൻ ശിക്ഷിച്ചു എന്നോ ദൈവം ശിക്ഷിച്ചു എന്നോ ജസ്നയുടെ കാല് നീരെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പം ഒറ്റക്കാര്യം പറയാം, നിനക്കൊന്നും പറ്റാത്തത് എനിക്ക് പറ്റിയതാണ്. ഈ നീരിന് ഞാൻ പറഞ്ഞില്ലേ, ഏട്ടത്തേക്ക് 8-10 എന്നിരിക്കേണ്ട നടക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടുന്നതിൻ്റെ ഒരവസ്ഥ. ഈ സെയിൽസ് ഗേളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സെയിൽസ്മാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ നമിച്ചു. അപ്പം അങ്ങനെയാണ്. ഒന്നുമല്ല, മേലുകൈക്ക് ഉറങ്ങട്ടെ കൈസ്. എൻ്റെ കണ്ണൊക്കെ ഇറങ്ങിയില്ലേ തലയൊക്കെ ചുറ്റിന്. അപ്പോൾ